കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക. ടിവിയിൽ വാർത്താ ചാനലുകൾ കാണാത്തവർ ആരുമുണ്ടാകില്ല. എന്നാൽ വാർത്താ ചാനലുകൾ തമ്മിൽ ചില മത്സരങ്ങൾ നടക്കാനുണ്ട്. ബാഗ് എന്ന പ്രത്യേക ഏജൻസിയാണ് ഓരോ ആഴ്ചയിലെയും ചാനലുകളുടെ റാങ്ക് നില പുറത്തുവിടുന്നത്. ഇപ്പോൾ ഇതാ മലയാള വാർത്താ ചാനൽ റേറ്റിംഗിൽ ഏറെക്കാലം ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിനെ അട്ടിമറിച്ചുകൊണ്ട് 24 ന്യൂസും റിപ്പോർട്ടർ ടിവിയും വൻ മുന്നേറ്റമാണ് ഈ ആഴ്ചയിലെ ടെലിവിഷൻ വാർത്താ ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗിൽ തരംഗം സൃഷ്ടിച്ചത്. കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ കുതിച്ചു പാഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിനെ പിടിച്ചുകെട്ടിയാണ് 24 ന്യൂസ് ഒന്നാം സ്ഥാനത്തെത്തിയത്. മൂന്നാമത്തെ ആഴ്ചയാണ് 24 ന്യൂസ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത്. ഏറ്റവും അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് വമ്പന്മാരെ ചാനലെത്തിച്ച് റീലോഞ്ചിങ് ചെയ്ത റിപ്പോർട്ടർ ടിവിയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഒക്കെ 4-3 സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ടി.വി. ഏഷ്യാനെറ്റ് ന്യൂസിനെ പിന്നിലാക്കി രണ്ടാം സ്ഥാനം നിലനിർത്തി. ബാർക്കിൻ്റെ 33 ആഴ്ചയിലെ കണക്ക് പ്രകാരം ശ്രീകണ്ഠൻ നായർ തലപ്പത്തുള്ള 24 ന്യൂസ് 157.26 പോയിൻറ്റുമായി ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ 8 പോയിൻറ്റ് വ്യത്യാസത്തിൽ 149.13 പോയിൻറ്റുകൾ നേടി ചരിത്രം കുറിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടി.വി. രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. എന്നാൽ ഒരു വാർത്താ പകൽ സ്ത്രീ പുരുഷ കണക്കിൽ 160 പോയിൻറ്റ് നേടി റിപ്പോർട്ടറാണ് ഒന്നാമത്. ഏഷ്യാനെറ്റ് ചാനൽ തലപ്പത്തുള്ളവർ പോലും പ്രതീക്ഷിച്ച് കാണില്ല ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്ത് പോകുമെന്ന്. 147.57 പോയിൻറ്റ് നേടിയാണ് ഇത്രയും വർഷക്കാലം ഒന്നാം സ്ഥാനത്ത് തുടർന്ന ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. ഇതിൻ്റെ മുൻപും ഏഷ്യാനെറ്റ് ന്യൂസ് വെല്ലുവിളി ഉയർത്തിയത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനം ടി.വിയാണ്. അന്ന് ജനം ടി.വിക്ക് രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു. മനോരമ ന്യൂസ് 72.57, മാതൃഭൂമി 64.97, കൈരളി 24.99, ന്യൂസ് 18 24.82, ജനം ടി.വി 23.16, മീഡിയ വൺ 16.53 എന്നിങ്ങനെയാണ് കണക്ക്. പുതുതായി വന്ന ന്യൂസ് മലയാളത്തിന് ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. വാർത്താ ചാനലുകളുടെ ടെലിവിഷൻ റേറ്റിംഗിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്താണ് 24 ന്യൂസിൻ്റെയും റിപ്പോർട്ടർ ന്യൂസിൻ്റെയും കാഴ്ചക്കാരിൽ ഉണ്ടായ വർധന. ചിരിയൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ, വയനാട് ഉരുൾപൊട്ടൽ എന്നിങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ വാർത്തകൾ ഏറ്റവും കൂടുതൽ കണ്ടത് 24 ന്യൂസിൽ. കഴിഞ്ഞ ആഴ്ച രണ്ടാം സ്ഥാനത്തുണ്ടായ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ആഴ്ച മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. വലിയ മുന്നേറ്റമാണ് റിപ്പോർട്ടറും 24ഉം ഉണ്ടാക്കിയത്. ടെലിവിഷൻ ചാനലുകളുടെ പരസ്യ വരുമാനം തീരുമാനിക്കുന്നത് പരസ്യം ലഭിക്കുന്നതും ബാർക്ക് റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ വാർത്ത കണ്ടു തുടങ്ങിയ ഏഷ്യാനെറ്റ് അവർ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവരുടെ സ്ഥാനചലനം. ഏതായാലും പുതിയ വാർത്താശൈലികളുമായി എത്തിയ റിപ്പോർട്ടർ ടി.വിയും 24 ന്യൂസും പുതുചരിത്രം തീർക്കുകയാണ്. വരും ആഴ്ചകളിലും 24, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് എന്നിങ്ങനെ ചാനലുകളുടെ മത്സരമാണ് കാണാൻ സാധിക്കുക. സ്റ്റുഡിയോയിൽ നിന്ന് വാർത്ത വായിക്കുന്ന പതിവ് ശൈലിയിൽ നിന്ന് മാറിയാണ് 24 ചാനലും റിപ്പോർട്ടർ ചാനലും പുതിയ പരീക്ഷണം നടത്തുന്നത്. പലരും ഗ്രൗണ്ട് റിപ്പോർട്ടുമായാണ് പല അവതാരകരും എത്തുന്നത്. ശ്രീകണ്ഠൻ നായരും ഹാഷ്മി താജ് ഇബ്രാഹിമും 24 ന്യൂസിൻ്റെ മുഖമാകുമ്പോൾ റിപ്പോർട്ടറിന് വേണ്ടി ഡോക്ടർ അരുൺകുമാറും സുജിയ പാർവതിയും ഗ്രൗണ്ട് റിപ്പോർട്ടിൽ തിളങ്ങി നിൽക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ പഴഞ്ചൻ ശൈലി തുടരുമ്പോൾ വ്യത്യസ്തമായ വാർത്താ അവതരണ രീതികളാണ് 24ഉം റിപ്പോർട്ടറും പയറ്റുന്നത്. ഏതായാലും വരും ആഴ്ചകളിലും മത്സരം കടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പ്.